അടുത്തതായി മാധ്യമപ്രവർത്തകനും കേരളത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിലപാടുകൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ NM പിയേഴ്സൺ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആരാധ്യനായ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, സ്വാഗതം ആശംസിച്ച ശ്രീമദ് വിശാലാനന്ദ സ്വാമികൾ, നമ്മളുടെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ മാത്യു കുഴൽനാടൻ MLA, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായിട്ടുള്ള ശ്രീ A റഹീം MP, മുഖ്യപ്രഭാഷണം നടത്തിയ കേരള കൗമുദിയുടെ ചീഫ് എഡിറ്റർ ശ്രീ VS രാജേഷ്, എനിക്ക് മുന്നേ സംസാരിച്ച കേരള ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ P ശ്രീകുമാർ, കേരളത്തിലെ ഏതാണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ പ്രകടമാക്കുന്ന മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിൻ്റെ പ്രതീകവും വക്താവുമായ ശ്രീ ഷാജൻ സ്കറിയ, അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ ശ്രീമതി സുജയ പാർവതി, നന്ദി രേഖപ്പെടുന്ന ശ്രീമദ് സ്വാമി ദിവ്യാനന്ദഗിരി, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, ഈ ആധുനിക കേരളം ആരംഭിക്കുന്നത് അരുവിപ്പുറത്ത് നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് പങ്കുവഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നാം കണ്ടെത്തുന്നത് അരുവിപ്പുറത്ത് നിന്നാണ്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അന്ന് നിലനിന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ തലക്കടിച്ച അത്യുജ്വലമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അതിന് വിപ്ലവം എന്നോ അല്ലെങ്കിൽ വിപ്ലവം നടത്താനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചു എന്നോ പറയുന്നതിൽ കഥയില്ല. അന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധിക്കുന്നതിന് ഒരിടമില്ലാത്ത കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള ജീവിത വ്യവസ്ഥയുടെയും ചുറ്റുപാടിൽ നിന്ന് അവർ ഗുരുദേവനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരിടം വേണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആരാധന മൂർത്തി വേണം എന്നുള്ളത്. അത് അന്ന് നിലനിന്ന എല്ലാവിധമായിട്ടുള്ള ചട്ടങ്ങൾക്കുമെതിരെ ആ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട്, മനുഷ്യൻ്റെ ഇച്ഛയെ സാക്ഷാത്കരിക്കാനായിട്ട് ഗുരു നടത്തിയ ആ പ്രതിഷ്ഠയാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത്. അതിൻ്റെ ആരംഭം കുറിച്ച് അവിടെ നിന്ന് അതെങ്ങനെയാണ് മാധ്യമങ്ങളുടെ പരിപാലനയിലൂടെയോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലൂടെയോ ഒക്കെ രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത എന്ന് പറയുന്നത് അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള സംവിധാനം ഗുരുദേവനോട് ചോദിച്ചത് പ്രതിഷ്ഠ നടത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്നുള്ളതായിരുന്നു. അതിന് ഗുരു നൽകിയ ഉത്തരം, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ശിവനെ, എൻ്റെ ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശം, ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അന്ന് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നതായിട്ടുള്ള മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനായിട്ടുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അത് കത്തുന്നൊരു തീപ്പൊരിയായിരുന്നു എന്നുള്ളതാണ്. അതാകെമാനം അന്ന് ഉണ്ടായിരുന്ന മനുഷ്യരുടെ മനസ്സുകളെ മുഴുവനും തീപിടിപ്പിക്കുകയും അവരെ മാറ്റിത്തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എക്കാലത്തും എല്ലാ മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ബാധ്യതയുണ്ട്. നമ്മൾ പഴയ കാലത്തെ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാധ്യമ ലോകത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. നമുക്കൊപ്പം സംസാരിക്കുന്ന ഷാജൻ സ്കറിയ ഒറ്റക്കൊരു മാധ്യമമായി മാറിത്തീർന്നിരിക്കുന്ന ഒരാളാണ്. സുജയ പാർവതിയും അതേപോലെ തന്നെ ഒറ്റക്കൊരു മാധ്യമമാണ്. അവർ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അവർ നമ്മളുടെ മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നതായിട്ടുള്ള ആശയങ്ങൾ, അത് സ്വീകരിക്കാനും അതിനോട് താതാത്മ്യം പ്രാപിക്കാനും പറ്റുന്നതായിട്ടുള്ള ഒരാൾക്കൂട്ടം അവർക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ മാത്രമല്ല, അതേപോലെ നിരവധി ആളുകൾ. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമ ലോകത്തിന് വലിയ വ്യത്യാസങ്ങളുണ്ടായി. ഒരു ആഗോള മാധ്യമം രൂപപ്പെട്ട കാലത്ത്
ആഗോള മാധ്യമത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാഭനിർമ്മിതിയാണ്. കാരണം അത് ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് പിന്നീട് അത് ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന തരത്തിലേക്ക് ഒറ്റയ്ക്കൊരാൾക്ക് മാധ്യമമായി തീരാൻ കഴിയുന്ന ഒരു സാങ്കേതിക സംവിധാനത്തിൻ്റെ തലങ്ങളിലേക്ക് അതിനെ മാറ്റം ചെയ്യപ്പെടാനായിട്ട് കഴിഞ്ഞ് ഇന്ന് അങ്ങനെ കഴിയുന്നു. ഇന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വാർത്തകളോ മാധ്യമങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോട് കൊടുക്കുന്നു എന്ന് പറയുന്ന ചോദ്യം അത് ശിവഗിരി മഠത്തിൻ്റെ ചോദ്യമാണ്. ആ മഠവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് വലിയൊരു സമൂഹത്തിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യം കേൾക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ അംബാനിയുടെ മകൻ്റെ കല്യാണം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു സന്ദേശത്തെയോ അല്ലെങ്കിൽ ഗുരുജയന്തിയോ അല്ലെങ്കിൽ തീർത്ഥാടനത്തെയോ കുറിച്ചുള്ള വാർത്തകളേക്കാൾ എത്രയോ കൂടുതലായിട്ട് പ്രചരിപ്പിക്കാൻ ആഗ്രഹമുള്ളതായിരിക്കാം. അവരതുകൊണ്ടാണ് ആ ആഗ്രഹങ്ങൾ പ്രകടമാക്കുന്നതും ആ വാർത്തകളെല്ലാം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് താർക്കാനായിട്ട് കഴിയുക? ഇതെങ്ങനെ താർക്കാൻ കഴിയണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ കയ്യിലുള്ള മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് മാത്രമാണ് അതിനെ താർക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതിനൊരു വിലാപത്തിൻ്റെ സ്വഭാവം ഉണ്ടായിട്ടൊരു കാര്യമില്ല. നിങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്ന ചുറ്റുപാടിലേക്ക് അതിശക്തമായും തീവ്രമായിട്ടുള്ള രീതിയിലും നമ്മളുടെ ഇച്ഛയെ നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് എടുത്തു വെക്കാൻ കഴിയുകയും ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഊർജ്ജസ്വലമായിട്ടുള്ളൊരു പ്രവാഹമായി മാറിയാൽ മാത്രമാണ് നിലനിൽക്കുന്ന ഈ ക്യാപിറ്റലിസത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ മാധ്യമ ലോകത്തിൻ്റെ ആധിപത്യത്തെ തകർത്തെറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ സമയത്ത് നമ്മളുടെ ബഹുമാന്യായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ എ റഹീം പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, നാം ജീവിക്കുന്ന സത്യാനന്തര കാലത്താണ് എന്നുള്ളതാണ്. പോസ്റ്റ് ട്രൂത്ത് പീരീഡിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യനെ സത്യം മരിച്ചു എന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് എൻ്റെ മുന്നിലുള്ളത്. എൻ്റെ ഉറച്ചതും സുവ്യക്തമായിട്ടുള്ള അഭിപ്രായം സത്യം മരിക്കുന്നില്ല എന്നുള്ളതാണ്. സത്യം മരിച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ബോധപൂർവമായിട്ട് ആധുനിക കാലത്തെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ നിർമ്മിതിയാണ്. നിങ്ങളൊരു മനുഷ്യൻ എന്ന നിലക്ക്, നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ സ്വാംശീകരിച്ചൊരു വ്യക്തി എന്ന നിലക്ക്, മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും അടിത്തറ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന സന്ദേശത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിവുണ്ടാവുക എന്നുള്ളതാണ്. കണ്ണാടി പ്രതിഷ്ഠ പോലും നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളാണ് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, ഒരു ഊർജം, ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭ്യമാണ് എങ്കിൽ ഏത് ലോകത്തായാലും, നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വ്യവസായ വിപ്ലവത്തിൻ്റെ 4ാം തലമുറയിൽ ജീവിക്കുന്നവരാണ്, 4ാം തലമുറ അതിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അതിലേറ്റവും പ്രമുഖമായിട്ടുള്ള കാര്യം ഡ്രോണുകളും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമാണ് എന്നുള്ളത് ശരിയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡ്രോണുകളും അതേപോലെ സാങ്കേതിക സംവിധാനങ്ങൾക്കും വന്നാൽ പോലും നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നുണ്ടോ? നിങ്ങൾ മനുഷ്യനല്ലേ? മനുഷ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ അടിത്തറയ്ക്ക് എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതും പതിഞ്ഞിരിക്കേണ്ടതും? അതിലെന്താണ് വ്യത്യാസമുള്ളതെന്നാണ്. നിങ്ങളിപ്പോഴും പഴയ മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യന് ലഭ്യമാകുന്നതായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ മാറ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 1990കളിൽ ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ, കൈകൊണ്ട് കറക്കാവുന്ന ഒരു വാഷിംഗ് മെഷീൻ കണ്ടുപിടിക്കുകയും പിന്നീട് അത് ലോകത്ത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള വാഷിംഗ് മെഷീനായിട്ട് മാറിത്തീരുകയൊക്കെ ചെയ്യുന്ന സമയത്തുള്ള മാറ്റം എന്താണ്? നമ്മൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നു. നാം മനുഷ്യ എന്ന നിലക്ക് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള കൂടുതൽ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സാങ്കേതിക വിദ്യയുടെയും കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സംവിധാനമാണ്, സാങ്കേതികതയാണ് എന്ന് അങ്ങനെ കരുതി നാം അതിനെ സ്വാംശീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഗുരു പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം മനുഷ്യൻ എന്നതിൻ്റെ പ്രാധാന്യം അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും.
അങ്ങനെ ഉൾക്കൊള്ളുന്ന സമയത്താണ് സത്യം എന്നത് മനുഷ്യനെ മുന്നോട്ട് പോകാനായിട്ടുള്ള വെളിച്ചമാണ് എന്നുള്ളത് ഗുരു നമ്മളെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം കൂടിയായിരുന്നു. ആ സത്യത്തിന് വേണ്ടിയുള്ള നിതാന്തമായിട്ടുള്ള അന്വേഷണത്തിലാണ് നാം ഓരോരുത്തരും. അത് നമ്മളോട് പറഞ്ഞ വളരെ മഹാനായിട്ടുള്ള മറ്റൊരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി എന്നവർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത് മൈ ലൈഫ് ഈസ് ദ മെസ്സേജ് എന്നുള്ളതാണ്. എൻ്റെ ജീവിതമാണ് സന്ദേശം, നിങ്ങൾ എന്നെ പോലെ ജീവിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ പോലെ ജീവിക്കാനായിട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇല്ല എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ പരാജയമാണ്, രാഷ്ട്രീയ നേതാക്കളുടെ പരാജയമാണ്. അത് പക്ഷെ മനുഷ്യൻ്റെ പരാജയമല്ല. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകും. അതുകൊണ്ട് സത്യാനന്തര കാലം എന്ന് പറയുന്നത് നാം അടിച്ചു പൊളിച്ച് താർത്ത് കളയേണ്ടതായിട്ടുള്ള ഒരു സങ്കല്പമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രണ്ടാമത് 2024 വാക്കെന്ന് പറയുന്ന ഓക്സ്ഫോർഡ് സർവകലാശാല കണ്ടെത്തിയ വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്, തലച്ചോറിൻ്റെ ചീയൽ എന്ന് പറയുന്നത്. ആ ചീയലുണ്ടാവുന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള മൊബൈലിനകത്തേക്ക് നാം നമ്മളുടെ സമയങ്ങൾ മുഴുവനും ചെലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രാക്റ്റീവ് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കൂടുതൽ താതാത്മ്യം പ്രാപിക്കുകയും അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള പ്രതിഭാ തലങ്ങൾ മുഴുവനും ജീർണിച്ച് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ വായിക്കാറുണ്ടോ? ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത്. പുസ്തകം വായിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാനായിട്ട് കഴിയാറില്ല. ശ്രീനാരായണ ഗുരു എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള സന്ദേശങ്ങൾ, മഹത്തായിട്ടുള്ള ആപ്തവാക്യങ്ങളും നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും മനനം ചെയ്യാനുമായിട്ടുള്ള മനുഷ്യനായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയുന്നില്ല. ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് കൊണ്ടോ മഞ്ഞ ഷാള് പുതച്ചത് കൊണ്ടോ നാം ഒരിക്കൽ പോലും ശ്രീനാരായണനാകുന്നില്ല എന്ന് പറയുന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതിന് തീർച്ചയായിട്ടും നാം ഗുരു നമ്മളെ നടത്തിയ വഴിയിലൂടെ നടക്കുകയും അതിൻ്റെ പൊള്ളൽ, അതിൻ്റെ തീക്കാറ്റേൽക്കുകയും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാറിയാൽ മാത്രമാണ് നമ്മൾക്ക് നാം ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെയും നമ്മുടെ സമൂഹത്തിനെയും പുനർനിർമ്മിക്കുന്ന പ്രക്രിയയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ പുനർനിർമ്മിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് 93 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു ഇത്തരത്തിലൊരു തീർത്ഥാടന സംവിധാനം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നതായിട്ടുള്ള ഈ ആശയം എന്ന് പറയുന്നത് നമുക്ക് പൊടിച്ചു കളയാനായിട്ട് കഴിയുള്ളൂ. നാം തീർച്ചയായിട്ടും നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കാനായിട്ട് തയ്യാറാവേണ്ടത് ആവശ്യമാണ്. പുസ്തകം വായിക്കാത്തൊരു തലമുറയാണ് നമ്മുടെ വീടുകളിലേക്ക് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം ആ കുട്ടികളെയൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനായിട്ടുള്ള എക്സ്പോർട്ട് ഐറ്റംസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആഗ്രഹം അതാണ്. മകൻ കനഡയിലേക്ക് പോകണമെന്നോ ഇറ്റലിയിലേക്ക് പോകണമെന്നോ ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്ന് കരുതി ജീവിക്കുന്നവരാണ് നിങ്ങൾ. നമ്മുടെ മനസ്സിനകത്ത് ഗുരുവുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മക്കളെ കാനഡയിലേക്ക് പറഞ്ഞയക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടു കാണണം എന്നാണ് എനിക്ക്. മരിയ റസോ എന്ന് പറയുന്നതായ മാധ്യമപ്രവർത്തകയെക്കുറിച്ചാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നോബൽ സമ്മാനം മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്നത്. ഒന്ന് മരിയ റസോവും മറ്റേപോലെ തന്നെ റഷ്യയിൽ, ഇത് ഫിലിപ്പിനിയാണ് ഇവര്, മറ്റേ റഷ്യക്കാരനായിട്ടുള്ള ദിമിട്രോവ് ആണ്. ആ ദിമിട്രോവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഷാജൻ സ്കറിയ എന്നോട് കുറച്ചു മുമ്പ് സംസാരിക്കേണ്ടായിരുന്നു. 131 കേസുകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. ഈ ദിമിട്രോവിൻ്റെ പത്രപ്രവർത്തകർ വെടിവെച്ച് വീഴ്ത്തപ്പെടുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ കോടാലിക്ക് കൊത്തി നുറുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എത്രയോ പത്രപ്രവർത്തകരെയാണ് അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളെ പുടിൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി നിഷ്ഠൂരനുമായിട്ടുള്ള ഭരണാധികാരി കശാപ്പ് ചെയ്ത്, ആ കശാപ്പ് ചെയ്തിട്ട് പോലും മാധ്യമപ്രവർത്തനം നിർത്താതെ നിരന്തരമായി സത്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും സത്യാവസ്ഥകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനും ഈ ഫിലിപ്പിനോ ആയിട്ടുള്ള മരിയ റസോക്കും നോബൽ സമ്മാനം നൽകപ്പെട്ടത്. നോബൽ സമ്മാന ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ നോബൽ സമ്മാനം നൽകി എന്നുള്ളത്. ഇതൊക്കെ ഞാൻ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടെക്സ്ചറിനകത്ത് നിന്നുകൊണ്ടാണ്. ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയണം. ഈ 131 കേസുകളുമായിട്ട് ഈ മനുഷ്യൻ നടക്കുന്ന സമയത്ത് ആ കേസുകൾക്ക് കീഴടങ്ങാനല്ല അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ആ കേസുകൾ വെച്ച് വീണ്ടും മുന്നോട്ട് പോകാനായിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ചെറിയ തെറ്റ് പറ്റിയാൽ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ മനുഷ്യൻ അങ്ങനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ അങ്ങനെ വിശ്വസിക്കുന്നത് നിരന്തരമായി നിലനിൽക്കുന്നതായിട്ടുള്ള ജീർണതകളെ അടിച്ച് പൊളിച്ച് തകർത്ത്
മനുഷ്യൻ്റെ സത്യാവസ്ഥകളിലേക്കും മനുഷ്യൻ്റെ മാനവികമായിട്ടുള്ള മൂല്യങ്ങളിലേക്കുമുള്ള സഞ്ചാരത്തിന് വേണ്ടിയുള്ള ആധുനിക കാലത്തെ സംവിധാനമായിട്ട് നാം മാറിത്തീരേണ്ടതെന്ന് പറയുന്ന സന്ദേശമാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള പ്രമാണിമാരുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഈ തീർത്ഥാടന വേളയിൽ എനിക്ക് പറയാനുള്ളത്, ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സത്യം പറയണം. വാച്ച് ഡോഗ് ജേർണലിസം എന്ന് പറയുന്നതാണ് ഞാൻ ജേർണലിസം ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ. സമൂഹത്തിൻ്റെ എല്ലാത്തരം വീഴ്ചകളെ നിരന്തരമായിട്ട് കണ്ണുവെച്ച് കണ്ട് അതിനെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുമെന്ന് പറയുന്നതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ദർശനം, ആ ദർശനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അത്തരത്തിൽ അതിൻ്റെ ദാർശനികമായിട്ടുള്ള വശങ്ങളിലേക്കും അതിൻ്റെ സാധ്യതകളിലേക്കും കൂടി വാർത്തകൾ എത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.